അപ്പുറത്ത് നിൽക്കുന്ന ആള് ചിലപ്പോൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. നമ്മുടെ റിയൽ സ്നേഹം ജെനുവിൻ ആണെങ്കിൽ അപ്പുറത്തെ ആളുടെ അനുവാദം പോലും വേണ്ട നമുക്ക് സ്നേഹിക്കാൻ. സത്യം അല്ലേ? അതാണ് ഒരു ട്രൂ ലവ്. കാരണം തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതേ വേവ് ലെങ്തില് നമ്മളെ ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റിയെന്ന് പോലും വരില്ല. പക്ഷെ എപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കണം. ശരി, എനിക്ക് ഭയങ്കര. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രണയം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാറില്ല ചേച്ചി. സത്യം. അത് കംപ്ലീറ്റ് അല്ല. അത് എക്സ്പെക്ടേഷൻ ലെവൽ ഭയങ്കര ഹൈ ആണേ. അതെ, ഞാൻ എന്നെ തന്നെ പറയുന്നത് ഞാനൊരു ഗുലാബ് ജാമുനാന്നാ ഞാൻ പറയാം. പ്രേമം കൊണ്ടുണ്ടാക്കി ഗുലാബ് ജാമുൻ, ഉള്ളിലും മധുരം പുറത്തു മധുരം, വെള്ളത്തിൽ മധുരത്തിൽ കിടക്കണം. അതുപോലെ മൊത്തം പ്രണയം കൊണ്ട് ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ എന്നാണ്. പക്ഷെ ഇതൊക്കെ പ്രണയമൊക്കെ അല്ല ടീച്ചർ ശരിക്കും ഒരു മോട്ടിവേറ്റർ ആയത് എന്ത് ഇൻസിഡന്റ് വന്നപ്പോഴാണ്? അതാ ഞാൻ പറഞ്ഞു, എനിക്ക് സത്യത്തിൽ ഒരു പബ്ലിക്കിലേക്ക് എത്തണം, ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരു 10 വർഷം മുമ്പ്. എക്സാക്ട്ലി ഒരു 10 വർഷം മുമ്പ്. ഇപ്പോൾ ഹസ്ബൻഡ് സാബു, അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, ഞാനും ഒരു നല്ല വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ചേരുമ്പോൾ അത്ര നല്ലതല്ല. അല്ല, സീരിയസ്ലി. കാരണം എന്താ വെച്ചാൽ സാബുവിന് എന്നേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഭാര്യയെ കിട്ടുമായിരുന്നു. അതായത് ആളുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവലേ വേറെയാണ്, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവലേ വേറെയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ വെറും ഒരു ചായ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ. അപ്പൊ അത് ലൈഫിലേക്ക് എത്തിയപ്പോൾ അതങ്ങ് ആപ്റ്റ് ആയില്ല. ശരിക്കും പറയുന്ന അറേഞ്ച് മാരേജ് കഴിഞ്ഞിട്ട് അത് നിശ്ചയിക്കുമ്പോഴേ കുറെ നാൾ തമ്മിൽ മനസ്സിലാക്കാനുള്ള സമയം വേണം എന്നൊക്കെ അല്ലേ? ചേച്ചിയൊക്കെ പ്രണയത്തിന്റെ വക്താവല്ലേ? ഞങ്ങളൊക്കെ മൗണ്ട് എവറസ്റ്റില. ഭാഗ്യവതി, ഒന്നും പറയാനില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗം നരകമൊക്കെ. നമുക്കൊരു ബെസ്റ്റ് പാർട്ട്ണർ കിട്ടിയ മാരേജിനോളം അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമേ ഇല്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. ബെസ്റ്റ് അല്ലെങ്കിൽ അതിനോളം വലിയൊരു നരകവും ഇല്ല. കാരണം ഒരു വീടിനുള്ളിൽ തന്നെ കുട്ടും ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു 10 വർഷം മുമ്പ് എക്സാക്ട് ഡിപ്രഷൻ ആയിരുന്നു ചേച്ചി. നമ്മളിങ്ങനെ ആളെത്തുമ്പോൾ വീടെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. ശരിക്കും ടീച്ചറിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഒരു ഹെൽത്തി റിലേഷൻ എന്ന് പറയുന്നത്? ഹെൽത്തി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോലും അല്ല. നമുക്കൊരാളോട് അപ്പുറത്തെ ആളോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവരുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒന്നും അവരെ നമ്മൾ കുറ്റപ്പറയില്ല. മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പരം ബഹുമാനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹമൊക്കെ ഒപ്പം വന്നു പോകും. ആ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചതിക്കാൻ തോന്നും, കുറ്റം പറയാൻ തോന്നും. ഇൻലോസിനോട് നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് മോശം പറയാൻ തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ മിക്കവാറും വീടുകൾ അത് തന്നെയല്ലേ ഉണ്ടാവുന്നത്. ഹസ്ബൻഡ് ഫാമിലിയും കൂടിയിട്ട് ഈ പെൺകുട്ടിയെ കുറിച്ച് കുറ്റം പറയുന്നു. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് വീടും കൂടൊക്കെ ഇട്ടെറിഞ്ഞിട്ടല്ലേ കൊച്ചു വരുന്നത്. ഒരു പുതിയ ലോകത്തേക്കാണ് അല്ലേ? അപ്പൊ അവരെ സംബന്ധിച്ച് ശരിക്കും ഒരു ചെടി പറിച്ചു നടന്ന പോലെയാ. കറക്റ്റ് അല്ലേ? പെൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നും പിടിവിട്ടു, ഭർത്താവിന്റെ വീടുമില്ല, അനാഥരാവുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. കറക്റ്റ് ആട്ടോ. നമ്മുടെ വന്ന് കയറുന്ന വീട് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. അല്ല, ഞാൻ പറയുന്നത് വീടും മൊത്തം സപ്പോർട്ട് ചെയ്യേണ്ട ചേച്ചി. പാർട്ട്ണർ, ഞാൻ പറയുന്നത് ആ വീട്ടുകാരെ മൊത്തം നമുക്ക് എന്തായാലും നന്നാക്കാൻ പറ്റില്ല. കാരണം അവര് വളർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അവരുടെ അപ്പനും അമ്മയും ഇവരെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഇതുണ്ടാവും. പക്ഷെ ഹസ്ബൻഡ് എന്താ വിചാരിക്കേണ്ടത്? ഇവളെ എന്നെ വിശ്വസിച്ചാ എന്റെ കൂടെ വന്നേ. അപ്പൊ ഇവളെ നമ്മളെ അതാണ്, ഇവളെ എന്റെ കൂടെ ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ശരിക്കും എന്താന്ന് അറിയോ ചേച്ചി, അവനവനെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, പാർട്ട്ണറോട് ലോയൽ ആയിരിക്കും, ജെനുവിൻ ആയിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അതിന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഒരുപാട് യാത്രയൊക്കെ പോകുന്നതല്ലേ, വലിയ വലിയ ഹോട്ടൽസിലൊക്കെ പോയി 5 സ്റ്റാറോ എത്ര സ്റ്റാറുള്ള ഹോട്ടലിൽ പോയി താമസിച്ചാലും ചേച്ചിയുടെ സ്വന്തം വീട്ടില് ചേച്ചിയുടെ കട്ടിലുമേ ചേച്ചിയുടെ തലയണയും ചേച്ചിയുടെ പൊതുപ്പും കെട്ടിപ്പിടിച്ച സുഖം അല്ലേ? അത് നമുക്ക് നമ്മുടെ വീട്ടില് നമ്മുടെ ആ ഒരു കട്ടില് ആ ഒരു തലയണയും ചിലപ്പോ ഒരു 2 ദിവസം കഴുകാത്ത ഒരു മുഷിഞ്ഞ പൊതുപ്പായിരിക്കും. അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. കഴുകുമ്പോഴാണ് അത് റഫ് ആവുന്നത്. അല്ലേ? സത്യമല്ലേ? അതിൽ കിടന്ന് ഉറങ്ങുന്ന സുഖം ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ കിട്ടും. സത്യല്ലേ? അപ്പൊ നമ്മള് ശരിക്കും ജെനുവിൻ ആയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ മുഴുവൻ നമ്മൾ ചുറ്റും നിർത്തും. അങ്ങനെയെങ്കിൽ അവർക്ക് ആ പാർട്ട്ണറിനെ ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ നിർത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അപ്പൊ ടീച്ചറിന്റെ കാഴ്ചപ്പാടിൽ സെൽഫിഷ്നെസ്സും സെൽഫ് ലവും തമ്മിലുള്ള ഡിഫറൻസ്? സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതാണ്. ഇത് എന്റെ കാര്യം നടക്കാൻ വേണ്ടിയല്ല, ഞാൻ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി അവരെയും കൂടി നമ്മൾ ഹാപ്പി ആക്കുന്നതാ. നമ്മളൊരാളെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാളെ ഹാപ്പി ആക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിലപ്പുറം നമ്മുടെ ലൈഫിൽ വലിയ സംഭവം ഇല്ല. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത്, ഞാനൊരു നമ്മളിടം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതൊരു ഹാപ്പിനെസ് പ്രോഗ്രാമാണ്. അവിടേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കില്ല, 18 വയസ്സ് തൊട്ട് 81 വയസ്സ് വരെയുള്ള ആളുകൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ വരുന്ന ആളുകൾ മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ 2.5 വർഷമായി ആ പ്രോഗ്രാം ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നു. അവിടെ ഞാൻ കൊടുക്കുന്നത് അവർക്ക് സ്നേഹം മാത്രമാണ്. ഒരു ക്ലാസ് റൂമിൽ ഇവരൊക്കെ കുട്ടികളിരിക്കുന്ന പോലെ ഇരിക്കും, ഞാൻ ടീച്ചറായിട്ടിരിക്കും. പിന്നെ 2 മാസം കൊണ്ട് നമ്മളൊരു ക്യാമ്പ് വയ്ക്കും. ആ ക്യാമ്പിൽ പോകുമ്പോൾ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. രാത്രി ഇങ്ങനെ ഇരുട്ട് റൂമിൽ മെഴുകിയൊക്കെ കത്തിച്ച് വെച്ച് ഞാൻ അവരെ മെഡിറ്റേഷൻ പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ അവരെ കൊണ്ട് റിക്കളക്ട് ചെയ്ത് ഇടിപ്പിച്ച് അവരെ കരയാനായിട്ട് അവരെ ഞാൻ
ഒരു സ്പേസ് കൊടുക്കും. കരയാൻ ആളുകൾക്ക് ഭയങ്കര നാണക്കേടല്ലേ, പ്രത്യേകിച്ച് പുരുഷന്മാർ കരയരുതെന്നൊക്കെയാണല്ലോ നാട്ടിലെ വെപ്പ്. പാവങ്ങൾ ശരിക്കും സ്ത്രീകളെക്കാളും പാവങ്ങൾ പുരുഷന്മാരാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഡെഫിനറ്റ്ലി നല്ല ആൾക്കാരാ അവര്. ആ സത്യം അല്ലേ? അത് കറക്റ്റ് ആണ്. അപ്പൊ ഫെമിനിസത്തെ കുറിച്ച് എന്ത് പറയും? ആ ഫെമിനിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണ് പറയുന്നതിന് എന്താണ് അർത്ഥം? അല്ല, ഫെമിനിസ്റ്റുകൾ എന്താ ആക്ച്വലി പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. അല്ലേ? എനിക്ക് എന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഫെമിനിസ്റ്റുകൾ എപ്പോഴും പുരുഷന്റെ സ്ത്രീയുടെ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ടീമല്ലേ ഈ ഫെമിനിസ്റ്റുകൾ? ഇതിൽ ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈക്വൽ ആവണേ? പുരുഷന് സ്ത്രീ എങ്ങനെ ഈക്വൽ ആവുന്നത്? ഒരിക്കലാവില്ല. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സ്ത്രീയുടെ ഒരു കാലിബർ അല്ല ഒരു പുരുഷന്റെ കാലിബർ, രണ്ടും രണ്ടല്ലേ? അതല്ലേ മറ്റേ സ്ത്രീ പുരുഷനാവാനും ശ്രമിക്കാൻ പറ്റില്ല, ഒരു പുരുഷൻ സ്ത്രീ ആവാനും പറ്റില്ല. അർദ്ധനാരീശ്വര സങ്കല്പം പോലും വന്നിട്ടുള്ളത് അങ്ങനെയല്ല. ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് അടിപൊളിയാണല്ലേ? അല്ലേ? മറ്റൊരാൾക്ക് ഇല്ലാത്ത ഭഗവാൻ തന്നെ അതിന്റെ വലിയൊരു മോഡലാണ് അല്ലേ? ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ ഒരു കൺസേൺ, സ്നേഹം, ആ റെസ്പെക്ട്, അമ്മ ഇല്ലാത്തൊരു ജീവിതം ഇല്ല എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കുന്നില്ലേ? അത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ എനിക്ക് ഇവിടെ എന്റെ ടോപ്പിക്ക് തീരുന്നില്ല. ചിക്കൻ റോസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും കഴിച്ചോണ്ട് വർത്താനം പറയാം.